ഇതെടുത്ത ഒരു രേണുസുതിയുണ്ട്. അത് അങ്ങനെയല്ല. അവര് കളത്തിലിറങ്ങി ഇനി ഇട്ടോണ്ടിരിക്കടാ. ഞാൻ ഇനി എന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ഇട്ടോണ്ടിരിക്കും. നീക്ക് നിന്റെ കാര്യം നോക്കും. അല്ലെങ്കിൽ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം. നിങ്ങൾ വല്ല കാര്യങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞില്ലെന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങൾ ഒരു ഹുഷ് ഖബറി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ രേണുസുതി പാൽപ്പായസം 3 അഭിനയിക്കാൻ രേണുസുതിക്ക് ഒരു ക്ഷണം, ഒരു പരോക്ഷമായ ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട്. ക്ഷണിച്ചത് മറ്റാരുമല്ല, നിങ്ങൾ ഞെട്ടിപ്പോവും, നമ്മുടെ പാൽപ്പായസത്തിലെ തന്നെ വിവാദ നായിക. പാൽപ്പായസം എന്ന ഒരൊറ്റ വെബ് സീരീസ് കൊണ്ട് കേരള പിന്നീട് അഡൾട്ട് വെബ് സീരീസിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ച നമ്മുടെ സ്വന്തം ഖദീജ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. ഖദീജ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പം ദിയാ ഗൗഡ എന്നാണ് ഖദീജയുടെ പേര്. ഞാൻ വിശദമായി പറഞ്ഞുതരാം. രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തിന് നിങ്ങൾ രേണുവിനെ കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വളരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഖദീജ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ദിയാ ഗൗഡ അഥവാ ഖദീജ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പണ്ട് പാൽപ്പായസം എന്ന് പറയുന്ന മലയാളത്തിലെ തന്നെ ആദ്യത്തെ വെബ് സീരീസ് ആണ്. എനിക്ക് തോന്നുന്നു അഡൽട്സിലെ ആദ്യത്തെ വെബ് സീരീസ് എനിക്ക് തോന്നുന്നു യസ്മ സീരീസിലെ ആദ്യത്തെ പിന്നീട് വെബ് സീരീസിന് അതിനകത്ത് അഭിനയിച്ച നടിയാണ് ഈ പറയുന്ന ഖദീജ, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ ദിയാ ഗൗഡ. അപ്പൊ ആ സമയത്ത് അഭിനയിച്ച സമയത്ത് വന്ന് ഇന്റർവ്യൂ കൊടുക്കുകയും എന്നെ മനഃപൂർവ്വം എന്ത് ചെയ്തു, എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ കൊണ്ട് എന്റെ തുണി അഴിപ്പിച്ചു, എന്നെ കൊണ്ട് ഈ പറയുന്ന എവിടെയാണ് വാഴപ്പടയെ കൊണ്ടിട്ട് എന്റെ അശ്ലീല ചിത്രങ്ങൾ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയും എനിക്ക് വായിക്കാൻ അറിയില്ല, എനിക്ക് വായിക്കാൻ മാത്രമേ അറിയാവൂ, എനിക്ക് എഴുതാൻ അറിയില്ല എന്ന് വരെ പറഞ്ഞ് മറനാടൻ മലയാളിയെ വരെ പറ്റിച്ച ഒരു കക്ഷിയാണ് ഖദീജ. ഓക്കെ, അത് ഭയങ്കര വിവാദമായി. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ പറഞ്ഞ കള്ളങ്ങളൊക്കെ പൊളിച്ചടിക്കൊണ്ട് വീഡിയോ ഇട്ട് ഈ ഖദീജ എനിക്കെതിരെ വീഡിയോ ഇട്ടു, അങ്ങനെയൊക്കെ പല സംഭവങ്ങളും നടന്നു. പിന്നെ നമ്മൾ അറിയുന്നത് നമ്മളൊക്കെ നമ്മുടെ പ്രതീക്ഷയിലേക്കും അപ്പുറത്തും ഒരു നൂൽബന്ധവും കൂടി ഇല്ലാതെ നിരിച്ച അഭിനയമായിരുന്നു ഈ പറയുന്ന ഖദീജയുടെ ആരാധക വൃന്ദങ്ങളിൽ ഒരു ലോഡുണ്ട്. അത് ഇപ്പൊ ഈ ഇട്ട വീഡിയോയുടെ താഴെ വന്ന് അറിയാം, നിങ്ങൾ ചേച്ചി അടുത്ത എവിടെ, ബോസ് 3 എവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാൽപ്പായസം 1, പാൽപ്പായസം 2 ഈ 2 മെഗാ ഹിറ്റുകളായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന യസ്മ വിട്ടിട്ട് മറ്റേതൊക്കെ വെബ് സീരീസിലേക്ക് പോയി. പിന്നെ അവിടെയൊക്കെ സ്വന്തം ഭർത്താവുമായിട്ട് വരെ നിർബന്ധമില്ലാതെ അഭിനയിച്ച് അതെന്ത് ചെയ്തു, പിന്നീട് പോസ്റ്റ് ചെയ്തു. അതിനുശേഷം വലിയ വിവാദമൊക്കെ ഈ ഭർത്താവ് തൂങ്ങി വലിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പോ ഇൻഡസ്ട്രിയിൽ കാണാനില്ലായിരുന്നു, വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നു അതിനകത്ത്, ചേച്ചി എവിടെ, കാണാനില്ല, പുതിയ പ്രോജക്ട് എവിടെ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പാൽപ്പായസത്തിലെ നടിയായ ഖദീജ അല്ലെങ്കിൽ ദിയാ ഗൗഡ ഇപ്പോൾ നമ്മുടെ സാക്ഷാൽ നമ്മുടെ സോഷ്യൽ മീഡിയ താരം, ഡാൻസർ, പാരഡാൻസർ, ഗായിക എല്ലാമായ നമ്മുടെ രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ രംഗത്ത് വന്നിട്ടുണ്ട്. മക്കളെ, രംഗത്ത് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്താണ് ഖദീജ ജി ഈ പറയുന്ന രേണുസുതിയെ കുറിച്ച് പറഞ്ഞത്, അതിനൊരു ഇൻവിറ്റേഷൻ ഇല്ലേ എന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ, അതോടെ വയ്ക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാനിപ്പോൾ വന്നത് നമ്മുടെ രേണുസുതി പുള്ളിക്കാരിയെ കുറിച്ചൊരു കാര്യം ചോദിക്കാൻ. ഒരുപാട് പേര് അവരെ വിമർശിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്, ഒരു മോശം സ്ത്രീയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. സോ അതാണോ ശരി, അതോ ഞാൻ ചിന്തിക്കുന്നതാണോ ശരി? ഇത് ഒന്ന് കമന്റ് ചെയ്തിടാം. ഞാനിപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ പുള്ളിക്കാരെ കുറ്റപ്പെടുത്തുന്നതല്ല, എല്ലാവർക്കും കൂടെയുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അവരിങ്ങനെ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് രേണുസുതിക്കും സപ്പോർട്ട് കൊടുക്കുന്നതല്ല, സോ അവരെ കുറ്റപ്പെടുത്തുന്നവരെ വിമർശിക്കുന്നതുമല്ല. ഇത് രണ്ടും തമ്മിൽ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നി. സോ സോഷ്യൽ മീഡിയ പോലെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കാമല്ലോ എന്ന് കരുതി അതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അവരെപ്പോഴാണ് നിങ്ങൾക്ക് മോശപ്പെട്ട സ്ത്രീ ആയത്, അല്ലെങ്കിൽ അവരെപ്പോഴാണ് നിങ്ങൾക്ക് നല്ല സ്ത്രീ ആയിരുന്നത്? നിങ്ങളാണ് ചിത്രീകരിച്ച് വെച്ചത്. എല്ലാവരും ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു രേണുസുതിയുണ്ട്. അത് അങ്ങനെയല്ല. അവർ കളത്തിലിറങ്ങി അവരെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ അവർ ചെയ്തു, എല്ലാം വിജയിച്ചു. അവര് കളത്തിലിറങ്ങി എന്ന് തന്നെയാണ് പറയുന്നത്. കളത്തിലിറങ്ങി രേണുസുതി കളത്തിലിറങ്ങി എന്ന് നമ്മുടെ
ആരാ നമ്മുടെ ഖദീജ, നമ്മുടെ പാൽപായസത്തിലെ നായികയായ ഖദീജ തന്നെ സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നത് രേണു സുധി കളത്തിൽ ഇറങ്ങി. രേണു സുധി ഒരു മോശപ്പെട്ട സ്ത്രീയാണെന്ന് ആര് പറഞ്ഞു? നിങ്ങളല്ലേ എങ്ങനെ പറഞ്ഞു? അവളെ നല്ല പതിവ്രതയാണെന്ന് പറഞ്ഞു വരുത്തിയതാണ് ആരാണ്? അത് നിങ്ങളാണ്. അത് നിങ്ങളുടെ കുറ്റമാണെന്നാണ് ഖദീജ പറയുന്നത്. മനസ്സിലായോ? രേണു സുധിയെ മോശപ്പെട്ട സ്ത്രീ എന്ന് വിളിക്കാൻ കാരണം എന്ത്? അത് നിങ്ങളല്ലേ അവൾ പതിവ്രതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളല്ലേ മനസ്സിലായോ? മനസ്സിലായോ? പതിവ്രതയാണെന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ? ശരിയാണ്. ഇതിൽ ഒരു ശരിയുണ്ട്. കാരണം ഈ പറയുന്ന നമ്മുടെ കൊല്ലം സുധി മരിച്ചതിന് ശേഷം അതിന്റെ സഹതാപ തരംഗങ്ങൾ കൊണ്ട് ആ കരച്ചിൽ കണ്ട് ആ പറയുന്ന ആ ഒരു പാവപ്പെട്ട ആ ഒരു ഗതിയില്ലാത്തവൾ എന്ന് കണ്ട് പലരും പാവമാണ്, പഞ്ചപാവമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവസാനം വീടായി, സ്ഥലമായി, പിന്നീട് എന്തായി, പിന്നെ പേരായി, പണമായി ഒക്കെ ആയതിനു ശേഷമാണ് പലർക്കും മനസ്സിലായത് എന്താണ്, നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള സ്ത്രീ അല്ല അത്. അത്ര പാവമൊന്നും അല്ല, അത് ആള് വേറെയാണ്, ആള് കളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് പിന്നെയാ മനസ്സിലായി. പക്ഷെ ഖദീജ പറയുന്നത് അത് അവരുടെ തെറ്റല്ല, സത്യമാണ്. ഖദീജ, നീ പറഞ്ഞത് ഞാൻ 100% ദിയ ഗൗഡ ഞാൻ യോജിക്കുന്നു. ഇത് ഈ പ്രേക്ഷകരുടെ തെറ്റാണ്. പ്രേക്ഷകർ മുമ്പേ വിലയിരുത്തി കുഞ്ഞു വാവ സ്വന്തം വീട്ടിനെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന പെൺകുട്ടിയെ, പാവം കുഞ്ഞു വാവയെ നിങ്ങൾ എല്ലാരും കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാരും കൂടിയിട്ട് പിന്നെ മോശപ്പെടുത്തുന്നു, ഇല്ലാതാക്കാൻ നീയൊക്കെ ചെലവിന് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞു വരുത്തിയ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതായിരുന്നു അവൾ ഒരു മൂടുപടത്തിന്റെ ബാക്കിലായിരുന്നു, മുഖം മൂടി വെച്ച് ഇത്രയും ദിവസം നിന്ന്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഒരു തേങ്ങയും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവൾ കളത്തിലിറങ്ങി എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥ രേണു സുധി രനാസുന എന്നാണ് നമ്മുടെ സ്വന്തം ഖദീജ പറയുന്നത്. മക്കളെ ആക്കി പറ. അവർ കയറിക്കൊണ്ടിരിക്കുക. അത് കാണുമ്പോൾ അയ്യോ കരഞ്ഞിട്ടുണ്ടെന്ന പാവം രേണു അല്ലല്ലോ ഇത്, ഇവിടെ എന്താ ഇങ്ങനെ മോശം രീതിയിൽ വസ്ത്രം ധരിക്കുന്നു, ഇവളിങ്ങനെയല്ല നിങ്ങൾ വിചാരിച്ചത് എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ചു വെച്ച ചിന്തകൾ തെറ്റാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിനവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു. അപ്പം നിങ്ങൾ സ്വയം ചിന്തിച്ച് വെച്ച ഒരു കാര്യം അതങ്ങനെയല്ല എന്ന് നിങ്ങൾ പിന്നീട് തിരിച്ചറിയുമ്പോൾ അതിന്റെ പുറകെ പോയി അവരെ വിമർശിച്ചിട്ട് കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങൾ അവരെ പുറകെ പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ്. അവർ ജീവിക്കട്ടെ നിങ്ങൾ. കാരണം ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ സ്റ്റേജ് എത്രത്തോളം ഫൈറ്റ് ചെയ്ത് വന്നതാണെന്ന് എനിക്കറിയാം. സോ ഞാൻ അനുഭവിച്ചതിൻ്റെ ഒരു 20% അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് പറയാൻ തോന്നി. അപ്പോൾ ഇതിന് എന്നെ കുറ്റപ്പെടുത്തുന്നവരാണെങ്കിലും അവർക്കെതിരെ സംസാരിക്കുന്നവരാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും എന്താണെങ്കിലും ഒന്ന് കമന്റ് ഇട്ട്. ഒരിക്കലും ഇല്ല, ഞാൻ ഒരിക്കലും ഖദീജയെ കുറ്റം പുറത്തേക്ക് പറയില്ല. ഖദീജ ഈ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നല്ലവളാണ്, പതിവ്രതയാണെന്ന് തെറ്റിദ്ധരിച്ചത് നിങ്ങളാണ്, ജനങ്ങളാണ്. വളരെ കറക്റ്റ് ആണ്. പക്ഷെ അങ്ങനെ അല്ല, ഇങ്ങനെയാണെന്ന് അവൾ കാണിച്ചു തന്നു എന്നാണ് ഖദീജ പറയാതെ പറയുന്നത്. സത്യം പറഞ്ഞാൽ 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ട് ഇതുപോലെ പറഞ്ഞതേ ഉള്ളൂ. ഞാനൊരു വീഡിയോ ഇട്ട് പറഞ്ഞു ഇതുപോലെ ഇവളുടെ ലുക്ക്, ഈ രനാസുനയുടെ ലുക്ക് ഉൾപ്പെടെ ഖദീജയെ പോലെ, പാൽപായസത്തിലെ നടിയായ ഖദീജയെ പോലെ ഇരിക്കുന്നു, അവസാനം ചെന്ന് നിൽക്കുന്നതും അവിടെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഖദീജ ഇപ്പോഴും എന്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഖദീജ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുകയും ചെയ്തു, എനിക്കറിയില്ല. അപ്പോ എന്തോ ആയിക്കോട്ടെ, ഈ പറയുന്ന പിന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചതാണ് എന്നാ പറയുന്നത്. സത്യമാണ്, മനസ്സിലായി. നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്, അങ്ങനെയൊന്നുമല്ല. ഞാൻ രനാസുനെ മുമ്പ് നമ്മുടെ ഒരു മൂടുപടത്തിന്റെ ബേക്കിലായിരുന്നു, നമ്മളെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അഭിനയിക്കുന്നു. ഇപ്പൊ അഭിനയമല്ല, ഇപ്പൊ താൻ ആരാണ് സ്വയം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഇതിന്റെ കൂടെ എനിക്ക് പറയാനുള്ള മറ്റൊരു കേസ്, ഈ ഒരു റീല് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു പരോക്ഷമായ ഒരു ഇൻവിറ്റേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിലായി, ഇതൊരു ഇൻവിറ്റേഷൻ ആണ്. വരൂ, അവിടെ അങ്ങനെ ഒരു മേഖല ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഇപ്പൊ ഇത്രയും ബോൾഡ് ആയിട്ട് എല്ലാം തുണിയൊക്കെ വയ്ക്കാനുള്ള ചങ്കുറപ്പല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തുണി അഴിക്കും, ഞാൻ ഇങ്ങനെ ചെയ്യും, നീയൊക്കെ ആഡാ എന്ന് ചോദിക്കാനുള്ള ചങ്കുറപ്പായ സ്ഥിതിക്ക് ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയല്ലോ ഖദീജ ആദ്യം. പിന്നീട് ഞാൻ അങ്ങനെയല്ലോ, ഞാൻ പതിവ്രതയാണ്, എന്നെ അവർ പറ്റിച്ചതാണ്, എന്നെ അവർ ബ്ലാക്ക്മെയിൽ ചെയ്തതാണ്, എനിക്ക് മലയാളം അറിയില്ല, വായിക്കാൻ മാത്രമേ അറിയാവൂ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് അവസാനം എന്ത് ചെയ്തു ഖദീജ? പിന്നെ നമ്മുടെ മലയാളികൾ തന്നെ ഏറ്റവും വലിയൊരു പോൺ സ്റ്റാർ ആയിട്ട് ഒരൊറ്റ ഒരു ബന്ധവും കൂടിയില്ലാതെ പല സീരിയലുകളും അഭിനയിച്ച് ഹിറ്റാക്കിയ ഖദീജ എന്ത് ചെയ്യുന്നു? ഖദീജയും അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പം രനാസുന. ആദ്യം ഇല്ല, ഞാൻ പ്രതിപതയാണ്, തേങ്ങ വാങ്ങിയെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അങ്ങനെയെന്ന് ഞാൻ ഇങ്ങനെയാണ്, സൗകര്യമുള്ളവൻ കണ്ടാൽ മതി എന്നൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ ഇതൊരു ഇൻവിറ്റേഷൻ ആണ്. പാൽപായസം 3
ഓൺ ഗോയിങ് ആണ്, അല്ലെങ്കിൽ എന്താണ് പടിപ്പുര നിൽക്കുന്ന പാൽപ്പായസം 3 ഇപ്പോൾ ഒരു നായിക ഇല്ല എന്നുള്ളത് കൊണ്ടും അതുകൊണ്ട് തന്നെ അവിടെ ഒരു റെനാസിനെ പരീക്ഷിച്ചാൽ നമ്മുടെ സൂപ്പർ ഹിറ്റ് ആവും. ഞാൻ മുമ്പേ പറഞ്ഞു ഇത് അവസാനം പോയി നിൽക്കുന്ന അവിടെ തന്നെ ആയിരിക്കും. പാൽപ്പായസം 3 ബോസ് അല്ലേ, ബോസ് 3 ഒക്കെ റെനാസിനെ കൊണ്ട് അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ആവും. ഇതൊരു പരോക്ഷമായ ഒരു ഇൻവിറ്റേഷൻ ആണ് റെനാസുനയ്ക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കാണേണ്ട താമസം റെനാസുന ചാടി വീഴുമെന്ന് അവരെ പണം കിട്ടി കഴിഞ്ഞാൽ എന്ത് തേങ്ങ എന്ത് വൃത്തിയുടെ അവൾ ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. ഇന്നലെ റെനാസുന ഒരു റീൽ ഇട്ടോ, ആ റീലിനെ കുറിച്ചുകൂടി പറയാം കേട്ടോ. അസൽ ഗെയിമിൽ ചെമ്പരത്തിലേക്ക് വാ, ഞാനുണ്ട്. ഞാൻ എന്തായാലും 2-ാം തീയതി വരെ ഉണ്ടാകും. കേട്ടോ, നമുക്ക് അടിച്ചു പൊളിക്കാം. അല്ല, 3 ചേട്ടന്മാരും കൂടി 3 പേര് ഇരുന്ന് വീഡിയോ പറയുന്ന കണ്ടല്ലോ എന്നെ പറ്റി നെഗറ്റീവ്. അതിന്റെ അടിയിൽ വരുന്ന കമന്റിനെയൊക്കെ വായിച്ചിരുന്നു. എടാ നാണമില്ലടാ നിനക്കൊക്കെ? ആ തൊപ്പി വെച്ച് എനിക്കൊന്ന് ഡാനിസത്തിനാന്ന് തോന്നുന്നു. മറ്റവന്മാരെ രണ്ടിനും എനിക്ക് അറിയത്തില്ല. അറിയാം എന്റെ നെഗറ്റീവ് അടിക്കുന്നത്. എടാ നീയൊക്കെ ചേട്ടൻ വരുന്നത് മാമി വയസ്സായി അറിഞ്ഞില്ല. മാമി 40-40 വയസ്സായി. ആ കൊച്ചു ചെറുക്കന്മാരാണ്, കല്യാണം കൂടി കഴിഞ്ഞിട്ടില്ല. അവനെയൊക്കെ ചേട്ടനാണ് വിളിക്കുന്നത്. മോശം പറഞ്ഞോണ്ടിരിക്കടാ. ഞാൻ ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടും. നീയൊക്കെ ഇനി പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കും. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, മനസ്സിലായോ? അത് എൻ്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഇല്ലേ, നിന്നെയൊക്കെ ഞാൻ വെല്ലുവിളിക്കുക. നീയൊക്കെ ഇനി ഇട്ടോണ്ടിരിക്കടാ. ഞാൻ ഇനി എൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ഇട്ടോണ്ടിരിക്കും. നീയൊക്കെ നിന്റെ കാര്യം നോക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെ കൊണ്ട് നിനക്കൊക്കെ എന്തായാലും കഴിക്കുന്നുണ്ടല്ലോ. അപ്പം നീയൊക്കെ ഇട്ടോണ്ട് 3 പേരും കൂടെ കാറിലിരുന്ന് എനിക്കെതിരെ പറയുന്നത്. നീയൊക്കെ ഇരുന്നോണ്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ടാ ഞാനങ്ങ് നിർത്തുമെന്നാണ് വിചാരം. നിർത്തത്തില്ലടാ, ഞാൻ നിർത്തത്തില്ല. എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്തോണ്ടിരിക്കും. നീയൊക്കെ ഇല്ലേ, നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ വേറെ വല്ല പെണ്ണുങ്ങളെ ഇങ്ങനെ പറയാൻ നോക്കൂ. നിന്റെയൊക്കെ മോന്തക്കുറ്റി അടിച്ച് പൊട്ടിക്കും. എന്നോടായോണ്ട് നിനക്കൊക്കെ എന്ത് പറയാം, മനസ്സിലായോ? പറഞ്ഞോണ്ടിരിക്കടാ. എനിക്ക് ഗല്ലി വല്ലി, മനസ്സിലായോ? പറഞ്ഞുകൊണ്ടിരിക്കണ എനിക്ക് കല്ലി വല്ലിയാണ്. ഞാൻ ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഇടും. എന്റെ അർത്ഥം എന്തിനാണ്? ഞാൻ ഇനിയും തുണി ഔത്ത് കാണിക്കും. നിനക്കൊക്കെ സൗകര്യം ചെയ്യണ. ഇത് തന്നെയാണ് എന്റെ അർത്ഥം. വേറെ ഒരു തേങ്ങയില്ല. ഇത് തന്നെയാണ് ഞാൻ ചെയ്യും. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യുമെന്നുള്ളത്. ഇത് അവസാനം പോയി നിൽക്കുന്നതും ഖദീജയുടെ പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെയായിരിക്കും. അവസാനം ഈ പറയുന്ന അണ്ടർസോളി വെബ് സീരീസിൽ ജയനാസുനിയെ കാണാൻ സാധിക്കും. അത്രയ്ക്ക് ബോൾഡ് ആണ് ഇപ്പോഴും. അതുകൊണ്ട് അത് പരോക്ഷമായ ഒരു ഇൻവിറ്റേഷൻ. NMS സീരീസ് നമ്മുടെ മറ്റേ കക്ഷിയുടെ പേരുന്നതും ഇവരുടെ സംവിധായിക ഉണ്ടെന്നല്ലോ, ലക്ഷ്മി ദീപ്ത അവരെ എന്തായാലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കറിയുന്നത്. പാൽപ്പായസം 3 അഭിനയിക്കാൻ നായിക ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഈ പറഞ്ഞ ഖദീജയുടെ അതേ ബോഡി ഫിഗറുള്ള, അതേ ഷേപ്പുള്ള, അതേ ബോൾഡ് ആയിട്ടുള്ള, അതേ സ്ട്രക്ചറുള്ള ഒരു യുവ നായിക, മാമിയായാലും കുഴപ്പമില്ല, യുവ നായിക അങ്ങനെ എന്തും ചെയ്യാൻ സന്നദ്ധയായി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ തുണി അഴിച്ചിരിക്കും. സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ ചെയ്യടാ എന്ന് പറയുന്ന ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ കാണുമ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന പാൽപ്പായസത്തിന്റെ ആരാധകരെ നിങ്ങൾ കാത്തിരിക്കുക. പാൽപ്പായസം 3 ഉടനെ വരും. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. റെനാസിനെ വെച്ചുള്ള പാൽപ്പായസം 3 കാണാൻ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. നമുക്ക് എടുക്കണം ചെയ്യും.